ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഭൂരിഭാഗം സോണി യൂസേഴ്സിനും അറിയാവുന്നൊരു കാര്യമായിരിക്കാം. എന്നിരുന്നാലും പുതിയതായി സോണി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ചെറിയ തോതിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആൾക്കാർക്കോ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ളൊരു വീഡിയോയാണ്. എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ഈ സോണി ക്യാമറയുടെ മോഡലിലെ വ്യത്യാസങ്ങൾ? A7 സീരീസ് ക്യാമറയുണ്ട്, A7R സീരീസ് ഉണ്ട്, A7S സീരീസ് ഉണ്ട്. അപ്പോൾ ഈ 3 സീരീസിൻ്റെ വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം നമുക്ക് A7Rനെ കുറിച്ച് പറയാം. A7Rൽ നോർമലി മെഗാ പിക്സൽ കൗണ്ട് കൂടുതലായിരിക്കും. ഈ ക്യാമറയുടെ ഉദ്ദേശം നമുക്കൊരു വളരെ ഷാർപ്പായിട്ടുള്ള ഇമേജസ് എടുക്കുക, അതുപോലെ തന്നെ വലിയ പ്രിൻസൊക്കെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് A7R സീരീസ് ക്യാമറയുടെ മെയിൻ ഉദ്ദേശം. അപ്പം കൂടുതലും ഫോട്ടോഗ്രാഫിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറയാണ് A7R സീരീസിൽ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് A7S സീരീസ് നോക്കാം. അപ്പോൾ A7S സീരീസിൽ സോണി ഉദ്ദേശിക്കുന്നത് വീഡിയോ കേപ്പബിലിറ്റി കൂടുതലുള്ള ഒരു ക്യാമറയാണ് A7S സീരീസിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് കൂടുതലുള്ള ക്യാമറകളായിരിക്കും A7S സീരീസ് ക്യാമറകൾ. ഈ ക്യാമറകളുടെ മെഗാ പിക്സൽ കൗണ്ട് യൂഷ്വലി കുറവായിരിക്കും. ഏകദേശം ഒരു ലാസ്റ്റ് A7S2ൻ്റെ മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ 12.5 മെഗാ പിക്സലാണ്. ഫുൾ ഫ്രെയിം ക്യാമറയാണ്. പക്ഷേ ഇതിൻ്റെ ISO റേഞ്ച് വളരെ കൂടുതലാണ്. ഒരു 1,02,400-500 ആണ് നേറ്റീവ് ISO തന്നെ നമുക്ക് A7S2 ക്യാമറയിൽ കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് മോഡലുകളുടെ നടുക്കായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് A7 സീരീസിൽ വരുന്നത്. അത് സാധാരണ കസ്റ്റമേഴ്സിന് ഫുൾ ഫ്രെയിം ക്യാമറ ആവശ്യമുള്ള ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ നല്ലൊരു ഫുൾ ഫ്രെയിം ക്യാമറ, പക്ഷേ വളരെ സ്പെസിഫിക് അല്ലാത്തതും ഒരു ഓൾറൗണ്ട് DSLR മിറർലെസ് ക്യാമറ വേണ്ട ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു മോഡലാണ് A7 സീരീസിൽ വരുന്നത്. പക്ഷേ നമ്മൾ പുതിയ ക്യാമറകൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ A7S2 ഇറങ്ങിയതിന് ശേഷം ഒരു A7S3 S4 ഇറങ്ങിയിട്ടില്ല. പക്ഷേ A7R4 ആണ് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. A7 സീരീസിലാണെങ്കിൽ A7III ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ A7S മോഡൽ ഇച്ചിരി പുറകിലാണ്. ഈ A7IIIയും A7R3യുടെയും സ്പെസിഫിക്കേഷൻസൊക്കെ ഈ A7S2ൻ്റെ സ്പെസിഫിക്കേഷനെക്കാട്ടും വീഡിയോയുടെ കാര്യത്തിലാണെങ്കിലും സ്പെസിഫിക്കേഷനെക്കാട്ടും ബെറ്ററാണ്. അപ്പോൾ A7S3 എന്ന് പറയുന്ന പുതിയൊരു മോഡൽ ഈ 2020 ഫസ്റ്റ് ഹാഫിൽ വരും എന്നാണ് സോണിയുടെ ഒരു അനൗൺസ്മെൻ്റ് അല്ല, ഒരു റൂമറാണ്. അങ്ങനെ 2020 ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. അതിൽ 8K വീഡിയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടിയ ISO പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. മെഗാ പിക്സലിലും ചെറുതായിട്ട് കൂട്ടും, പക്ഷേ അധികം മെഗാ പിക്സൽ കൂട്ടത്തില്ല. 15.2 ഒക്കെയാണ് റൂമറിൽ എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മെഗാ പിക്സൽ കൗണ്ട് കുറച്ച് സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ 3 ക്യാമറകളിലെ സെൻസറിൻ്റെ സൈസ് സെയിം ആണ്. ഇപ്പോൾ മെഗാ പിക്സലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മെഗാ പിക്സലിൻ്റെ വലിപ്പവും കുറയുന്നുണ്ട്. അപ്പോൾ മെഗാ പിക്സലിൻ്റെ വലിപ്പം കൂട്ടി നിലനിർത്താൻ ഇപ്പം 12 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ സെയിം സെൻസറിൽ 12 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ ഒരു പിക്സലിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, പിക്സലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു പിക്സലിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ലോ ലൈറ്റ് പെർഫോമൻസ് കൂടും, ഗ്രെയിൻസ് അല്ലെങ്കിൽ നോയ്സ് ചിത്രങ്ങളിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കുറവായിരിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 3 ഡിഫറൻസ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. A7S സീരീസ് വീഡിയോയ്ക്കും R സീരീസ് ഫോട്ടോഗ്രാഫിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു സങ്കരയിനമാണ് നോർമൽ A7 സീരീസ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഈ വീഡിയോ ഇവിടെ നടത്താം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടി, ഈ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ചെറുതായിട്ടൊന്ന് ആ ബെൽ ഐക്കൺ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.